ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇരുമ്പമ്പുളി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് അടിപൊളി കറിയാണ്. വേറെ ഒരു കറിയുടെ തന്നെ ആവശ്യമില്ല. ഈ ഒരു മീൻ കറിയുടെ അതേ ഫീല് കിട്ടുന്ന ഒരു കറിയുമാണ്. കണ്ട നല്ല ഇങ്ങനെ കട്ടിയായിട്ട്, അധികം ഒഴിച്ചുകറി എന്നൊന്ന് പറഞ്ഞാൽ അധികം ചാറും അധികം കട്ടിയാവാനും പാടില്ലല്ലോ. എൻ്റെ ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയതിൻ്റെ പിന്നെ കണ്ട ഇതൊന്നും ഉടയാണ്ട് ഇരുമ്പുളി ഒന്നും ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് ഇടണ്ടേ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയേണ്ട. അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക. അപ്പം നമുക്ക് തുടങ്ങിയാൽ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഇരുമ്പുളി കറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പുളിയും പല നാട്ടിൽ പല പേരിലാണ് അറിയപ്പെടുക. തൃശ്ശൂർ നാട്ടിലൊക്കെ ഇരുമ്പുളി എന്നാണ് പറയുക. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നന്നായി ഒന്ന് കട്ട് ചെയ്യണം. ആദ്യം ഒന്ന് കഴുകുക, എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്യാം. പിന്നെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗവും അടിഭാഗം കട്ട് ചെയ്തിട്ട് നടുമുറിച്ച്, പിന്നെ ഒന്നും കൂടി നടുമുറിച്ച് ഇങ്ങനെ നാലായിട്ട് നീളത്തിൽ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. കണ്ട ഇങ്ങനെ എല്ലാതും ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ സൈഡിലേക്ക് ഇരിക്കട്ടെ. പിന്നെ ചതച്ചിടാനായിട്ട് നമുക്ക് ഒരു പീസ് ഇഞ്ചി വേണം, കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ചതയ്ക്കാനുള്ളതാട്ടോ. പിന്നെ ഇതിലേക്ക് നാളികേരം വേണം. അപ്പം ഞാൻ ഒന്ന് നാളികേരം ചെരുകിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിവിടെ നാളികേരം ചെരുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ അരയ്ക്കാനുള്ളതാട്ടോ. അപ്പോൾ അരച്ചിട്ടാണ് വെക്കണത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടോ, കുറച്ച് മതി, അധികം ആവരുത് മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാ മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല, നമ്മുടെ സാധാ മുളക് പൊടിയാണ്. അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടിരണം കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം. അപ്പം അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഈ കറി വെക്കണേ. നാളേക്ക് അരച്ചിട്ട് നമ്മളൊരു മീൻ വെപ്പ് പോലെ തന്നെയാണ്, മീനില്ലാത്ത മീൻ കറി എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ചട്ടിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണിച്ചില്ലേ, ആ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളാകാൻ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ഇത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് തിരുമ്പി എടുക്കണം. അതിലൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, ഒരു തരി. ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറി വയ്ക്കുമ്പോൾ. ഇതിപ്പോൾ കുറേ വെളിച്ചെണ്ണ എന്നൊന്നും പറയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ഓരോ ടിപ്പുകളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കട്ടെ. ഒരു ടീസ്പൂൺ കല്ലുപ്പ പൊടിപ്പ് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി നമ്മുടെ കൈ തന്നെ വെച്ച് നന്നായി തിരുമ്പണം കേട്ടോ. നന്നായി തിരുമ്പി നല്ലൊരു മണം വരും. ആ ഇഞ്ചിയുടെയും ഉള്ളിയുടെയും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ കൂടിയിട്ടുള്ളാകുമ്പോൾ നല്ലൊരു മണമാണ്. ഇങ്ങനെ ഒന്ന് തിരുമ്പിയിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം. പച്ചമുളക് ഞാൻ ഈ നടു കയറിയിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാവുന്ന പച്ചമുളക് കേട്ടോ, നല്ല എരിവുണ്ട്. ഇപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഒഴിക്കട്ടെ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. അപ്പം ഞാൻ ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഇരുമ്പുളി ഇട്ട് കൊടുക്കണമല്ലോ കേട്ടോ. ഇരുമ്പുളിക്ക് ഇതൊന്ന് തിളക്കിയിട്ട് എന്നിട്ട് ഇരുമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഇരുമ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റാട്ടോ. നല്ല പുളിയുണ്ടല്ലോ, വേറെ ഒരു പുളിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പുളിയും നമ്മുടെ ഈ കറിക്ക് ഈ ഒരു കറി മാത്രം മതി. ഒരു മീൻ കൂട്ടാൻ കഴിക്കണ ഒരു ഫീലും ഉണ്ടാവും നമുക്ക്. എന്നാൽ നല്ല പുളിയും എരിവും നല്ല എരിവാണ് കേട്ടോ. അതാണ് ടേസ്റ്റ്. നമ്മൾ ചോറിന് ഇങ്ങനത്തെ കറികളൊക്കെ പുളിയുള്ള കറികൾ വയ്ക്കുമ്പോൾ നല്ല, എനിക്കങ്ങനെയാട്ടോ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയും എരിവും പുളിയും നല്ല ആയിട്ടുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇനി ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ.
അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് ഇരുമ്പം പുളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. പുളി പിന്നെ എന്തായാലും ഉണ്ടാവും. ഉപ്പൊന്ന് നോക്കട്ടെ. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഞാൻ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യട്ടെ കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുള്ളൂ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ നമ്മൾ ചാറ് എന്തോരം വേണമെന്ന് വെച്ച് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ചാറ് ഇപ്പം ഇത്തിരി കട്ടിയിൽ എടുക്കണത് ഇഷ്ടമാണെങ്കിൽ നന്നായി ഒന്ന് വറ്റിച്ചിട്ട് ഓഫ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇത് മൺചട്ടിയിലാവുമ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് എപ്പോഴും കറി വയ്ക്കുമ്പോൾ ചാറിൻ്റെ ഇത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാണ്. നമുക്കിത് ഇനിയൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. ഉള്ളിയും കറിവേപ്പില മാത്രം ഇട്ടിട്ട് കാച്ചിയെടുക്കില്ല, അതേപോലെ കാച്ചിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടേട്ടാ. ഇപ്പം നമ്മുടെ കറി ഞാനത് കാച്ചിയെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇരുമ്പുളി കറിയുടെ റെഡി ആയിട്ട് ഈ രീതിയിൽ നമുക്ക് മീനിട്ടിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇരുമ്പുളി ഇട്ടിട്ട് മീൻ, ചാള, അയില അങ്ങനത്തെ മീനുകളും ഇങ്ങനെ വെക്കാൻ വെച്ചാൽ നല്ല രസമാണ്. ഇതിപ്പോൾ ഇതിൽ മീനൊന്നും ഇല്ല, ഇനി ഇതിൽ മീനിട്ടാലും നല്ല രസമാണ്. പക്ഷേ വെട്ടുമീനുകളൊന്നും ഇങ്ങനെ വെക്കണ്ട കേട്ടോ, അത് രസം ഉണ്ടാവില്ല. പക്ഷേ ചാള, അയിലയൊക്കെ ഇരുമ്പുളി ഇട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ ഇളക്കിയൊന്നും കൊടുക്കണില്ല, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഇരുമ്പുളി ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.